ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഗോതമ്പിൻ്റെ ഹൽവയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. ആദ്യം തന്നെ 500 ml ഒരു മെഷറിംഗ് കപ്പ് എടുത്ത് അതിലേക്ക് ഗോതമ്പ് പൊടി അളന്നെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് നന്നായി ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലെ വെള്ളം കൊണ്ട് മാത്രം കുഴച്ചെടുക്കുക. അതിലേക്ക് നമ്മളെടുത്ത മെഷറിംഗ് കപ്പിൽ 4 തവണ വെള്ളമൊഴിക്കണം. എന്നിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഇതേപോലെ കലക്കിയെടുക്കണം. പിന്നെ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അത് നമുക്ക് തുണി കൊണ്ടോ അരിപ്പ കൊണ്ടോ അരിച്ചെടുക്കാൻ പറ്റും. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അരിക്കുക. അപ്പോൾ ഇതേപോലെ വേസ്റ്റ് കിട്ടും. പിന്നെ 1 മണിക്കൂർ നേരത്തേക്ക് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഈ സമയം തന്നെ നമ്മൾ വെല്ലുരുക്കാൻ വെക്കണം. 400 ഗ്രാം വെല്ലമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് ഉരുക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ച മാവിലെ വെള്ളം ഊറ്റിക്കളയേണ്ടി വരും. കാരണം അതിൽ വെള്ളം മുകളിലും മാവ് താഴെയായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അടിയിൽ കാണുന്ന മാവ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. വെള്ളം മുഴുവനായിട്ട് ഊറ്റിക്കളയുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയെടുക്കലാണ്. പിന്നെ നമ്മൾ അതേ പാത്രത്തിൽ തന്നെ നേരത്തെ കലക്കി വെച്ച മാവ് ഉണ്ടാവില്ലേ, അത് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചാൽ പിന്നെ ലോ ഫ്ലെയിമിൽ കുറുക്കിയെടുക്കലാണ് അടുത്ത പണി. ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചാൽ പിന്നെ കൈയെടുക്കാതെ ഇളക്കണം, ഇല്ലെങ്കിൽ പിന്നെ അടിക്ക് പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കുക. കുറച്ച് കുറുകി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചെറിയൊരു ക്രീം പരുവം വരുമ്പോൾ അതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ച വെല്ലം ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നാലല്ലേ നമുക്ക് മധുരം ഈക്വലായിട്ട് വരുമല്ലോ. പിന്നെ നമ്മൾ ആദ്യം കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് വരിക. അപ്പോൾ അതൊരു പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് നമുക്ക് മനസ്സിലാവും ഇളകി വരുന്നത്. കുറച്ചും കൂടി കട്ടിയായി വരുന്നുണ്ടെന്ന് തോന്നുന്ന ആ സമയം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യും കൂടി ചേർത്ത് എന്നിട്ട് ഒന്നിച്ചിട്ട് നന്നായിട്ട് ഇളക്കി വെക്കുക. അപ്പോൾ നല്ലൊരു തിക്ക് പരുവായിട്ട് വരും. ആ സമയം തന്നെ നമ്മൾ ഒരു പ്ലേറ്റിൽ നെയ്യ് തടവി റെഡിയാക്കി വെക്കണം. എന്നിട്ട് അതിലേക്കാണ് ഈ കട്ടിയായ കൂട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. ചൂടോടെ തന്നെയാണ് ആ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു സ്പൂണ് കൊണ്ട് അതിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എള്ളും കൂടി വിതറി കൊടുക്കണം. അന്നേരം കുറച്ചും കൂടി കാണാനും നല്ല ഭംഗിയുണ്ടാവും. പ്ലേറ്റിൻ്റെ ചൂടെല്ലാം നന്നായിട്ട് തണിഞ്ഞ് വരുമ്പോൾ നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഹൽവ മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള സ്വാദിഷ്ടമായ ഹൽവ കിട്ടും. അത് എല്ലാവർക്കും വേഗം തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് ശരിക്കും ഞാൻ എൻ്റെ മോളുടെ സ്കൂളിലേക്ക് പോഷൻ പക്വാടയുടെ ഭാഗമായിട്ട് പോഷകാഹാരമേള നടത്തുന്നുണ്ടായിനി. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് ഈ ഗോതമ്പ് ഹൽവ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ബായ്.